അനിൽ കെ ആന്റണിക്ക് പിന്നാലെ ബി.ജെ.പിയിലെ വനിതാ നേതാവിനെതിരെ കോഴ ആരോപണവുമായി വിവാദ ഇടനിലക്കാരൻ ടി.ജി. നന്ദകുമാർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സൂപ്പർ ടെറർ നേതാവ് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. അനിൽ കെ ആന്റണി ഡൽഹിയിലെ സൂപ്പർ ദല്ലാൽ പരാതി നൽകുന്നതിൽ നിന്ന് തടഞ്ഞത് പി.ജെ. കുര്യനാണെന്നും ടി.ജി. നന്ദകുമാർ വെളിപ്പെടുത്തി. അവസാനം ഞാൻ പി.ജെ. കുര്യന്റെ വീട്ടിൽ ചെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നേതാവ് എ.കെ. എന്ന മകൻ അനിൽ ആന്റണി എൻ്റെ ഇന്ന് CBIയിൽ ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്, എൻ്റെ പണം തന്നില്ല, ഞാൻ CBIയുടെ അടുത്ത് പരാതി കൊടുക്കും, ഞാനും പ്രതിയാവും, എന്നെയും റിമാൻഡ് ചെയ്യും, ഞാൻ റെഡി, വേണോ കാശ് തരണോ, പ്രസിഡന്റിനെ ഉപദ്രവിക്കലെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാൽ വിളിക്കുന്നു പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ച് അനിൽ പറഞ്ഞു ഞാൻ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും. ജോർജ് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ജോർജ്? അന്നത്തെ ആഭ്യന്തരമന്ത്രി, കർണാടകയിൽ, ഇപ്പോഴും മന്ത്രി അദ്ദേഹം. എൻ്റെ മുമ്പിൽ നിന്ന് ലൗഡായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കണം. കുര്യൻ പറഞ്ഞ് സൈലന്റ് ആവും, ഞാൻ മേടിച്ചു തരാം. റെസ്പോൺസ് ഇല്ല. ഞാൻ പി.ടി. തോമസിനോട് ഈ കഥ പറഞ്ഞു. പി.ടി. തോമസ് സീരിയസ് ആയിട്ട് ഇടപെട്ട്. കാരണം അങ്ങേരുടെ MP സ്ഥാനം നഷ്ടപ്പെട്ട് അങ്ങേര് വെറുതെ ഇരിക്കുകയാണ് ആ സമയത്ത്. ഏതില്? ഇടുക്കി ഇഷ്യൂല് അങ്ങേരെ സീറ്റ് കൊടുക്കാതെ ദുർബലനായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ദുർബലതയിടയിൽ എനിക്കൊരു കാര്യമുണ്ട്, അയം ആൾസോ ദുർബലൻ, എന്നൊന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചു. 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് പണം തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, CBI കേസ് എടുക്കും, എന്നെയും പ്രതിയാക്കും, കൊടുത്തതിന് വാങ്ങിയതിന് അയലയാക്കും. വിനീത VG ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനീത, ഈ ടി.ജി. നന്ദകുമാർ ഈ പുതുതായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏത് നിലയ്ക്കാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ ടി.ജി. നന്ദകുമാറിന് കഴിയുന്നത്? എന്നെയും പ്രതിയാക്കും, എങ്കിലും ഞാൻ ഇതിൽ കേസുമായി മുന്നോട്ട് പോകും എന്നാണല്ലോ നന്ദകുമാർ പറയുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം? ഗോപി, കഴിഞ്ഞ ദിവസമാണ് അനിൽ ആന്റണിക്കെതിരെ സമാനമായ രീതിയിലൊരു ആരോപണവുമായി ടി.ജി. നന്ദകുമാർ രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പിയിലെ തന്നെ മറ്റൊരു നേതാവിനെതിരെ ആരോപണം പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയിലെ ഒരു ടെറർ വനിതാ നേതാവ്, അവർ കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, അവർക്കാണ് 10 ലക്ഷം രൂപ നൽകിയതെന്ന് നന്ദകുമാർ പറയുന്നുണ്ട്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് 10 ലക്ഷം രൂപ അവർ അഡ്വാൻസ് എന്ന തരത്തിലാണ് വാങ്ങിയതെന്നും പറയുന്നു. പക്ഷേ ഈ പണം തിരികെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നും, സമാനമായി അവർ മറ്റു രണ്ടുപേരിൽ നിന്നും ഈ 10 ലക്ഷം രൂപ വീതം വാങ്ങിയിട്ടുള്ളതായി പിന്നീട് തനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നുവെന്നും നന്ദകുമാർ പറയുകയാണ്. ഈ പണം തിരികെ ലഭിച്ചില്ല എങ്കിൽ ഈ നേതാവ് അത് ആരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്നും നന്ദകുമാർ പറയുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപ തിരികെ നൽകുന്നതിനായി അവർ പല പണികളും നോക്കുന്നുണ്ടെന്നും ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. അതിനായി പലർക്കും പോസ്റ്റുകളൊക്കെ അവർ ബി.ജെ.പിയിലൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സ്വയം ഗവർണർ ആവാനടക്കം ചില ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയെന്നും നന്ദകുമാർ ആരോപിക്കുന്നുണ്ട്. പണം പോയതല്ലാതെ ആ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നും പറയുന്നുണ്ട്. ആ നേതാവിനെ വിളിക്കുന്നുണ്ട്, അവരിൽ നിന്ന് തനിക്ക് നഷ്ടമായ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ പണം തിരികെ ലഭിച്ചില്ല എങ്കിൽ ആ നേതാവ് ആരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്നും പറയുന്നു. നിലവിൽ കേരളത്തിലെ ഒരു വനിതാ ടെറർ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ നേതാവാണ്. 10 ലക്ഷം രൂപയാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ പക്കൽ നിന്ന് വാങ്ങിയതെന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ അനിൽ ആന്റണിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്. തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് അനിൽ ആന്റണി ഈ ഘട്ടത്തിൽ നടത്തുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ്. ഈ പി.ജെ. കുര്യനും അതോടൊപ്പം തന്നെ അന്ന് പി.ടി. തോമസും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് തനിക്ക് ആ പണം തിരികെ ലഭിച്ചതെന്നും പറയുന്നു. അന്ന് തന്നെ CBIക്ക് ഉൾപ്പെടെ താൻ പരാതി നൽകാൻ മുതിർന്നതായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ പരാതി നൽകിയിരുന്നുവെങ്കിൽ തനിക്കെതിരെയും നടപടി ഉണ്ടായേക്കും. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ പോലും അത് കുഴപ്പമില്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തന്റെ തീരുമാനം.